സ്കൂട്ടർ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ വ്യൂസിനും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു മൈലേജിൻ്റെ രാജാവിനെയാണ് ഡീറ്റെയിൽ തരാൻ പോകുന്നത്. അതും ഹോണ്ട ബ്രാൻഡിൻ്റെ. അതെ, ഹോണ്ടയുടെ ഷൈൻ എന്ന ബൈക്കിൻ്റെ 100cc മോഡലിൻ്റെ ഏറ്റവും പുതിയ വേർഷൻ 2024 OBD2 സെൻസറുള്ള E20 ഫ്യൂൽ സപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും ലേറ്റസ്റ്റ് വണ്ടിയുടെ ഡീറ്റെയിൽസാണ് തരാൻ പോകുന്നത്. അപ്പോൾ മറക്കാതെ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ വീഡിയോ കാണുക. പുതിയതായിട്ട് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യൂസും മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, കൈയോടെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ മിറർ വരുന്നത് ഹോണ്ട ഡിയോന് വെച്ചേക്കുന്ന സെയിം മിററാണ് വന്നത്. പിന്നെ ഹാൻഡിൽ വരുന്നത് ഗ്ലോസി ബ്ലാക്ക് കളറാണ്. വൈസർ ഗ്ലോസി ബ്ലാക്ക് കളറിൽ ആണ് വരുന്നത്. ഹെഡ്ലൈറ്റിൽ ഹാലജൻ ബൾബാണ് യൂസ് ചെയ്യുന്നത്. ഫിക്സഡ് ഇൻഡിക്കേറ്റേഴ്സാണ് വണ്ടിക്ക് വരുന്നത്. ഞാൻ ജസ്റ്റ് ഇതിൻ്റെ വണ്ടി സ്റ്റാർട്ടായാൽ മാത്രമേ ഹെഡ്ലൈറ്റ് കത്തുള്ളൂ. പിന്നെ ബാക്കി ഡീറ്റെയിൽസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ സസ്പെൻഷൻ വരുന്നത് ഫ്രണ്ട് ടെലസ്കോപ്പിക് സസ്പെൻഷനാണ് വരുന്നത്. ഫ്രണ്ടിൽ അലോയ് വീൽസ് വരുന്നുണ്ട്. 17 ഇഞ്ച് അലോയ് വീൽസാണ് വരുന്നത്. 275 17 ഇഞ്ച് ടയർ, ട്യൂബ്ഡ് ടയറാണ് വന്നത്, ട്യൂബ്ലെസ് വന്നില്ല. പിന്നെ നമ്മുടെ സേഫ്റ്റിക്കായിട്ട് ഫ്രണ്ടിൽ ബ്രേക്ക് സിസ്റ്റം വരുന്നത് കോംബി ബ്രേക്ക് സപ്പോർട്ട് വരുന്നുണ്ട്. ഹെഡ്ലൈറ്റിൻ്റെ സൈഡ് പോർഷനിലും ടാങ്കിലും എല്ലാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷൈനിൻ്റെ അടിപൊളി ഗ്രാഫിക്സ് ഉണ്ട്. സ്വിച്ചസ് എല്ലാം ആ CD സീരീസിലെ സ്വിച്ചസ് തന്നെയാണ്. അടുത്ത സൈഡിൽ വരുമ്പോൾ ഇൻഡിക്കേറ്റർ, ഡിമ്മർ ബ്രൈറ്റ്, ഹോൺ വരും. പിന്നെ നല്ല ഗ്ലോസി ബ്ലാക്ക് കളറിലുള്ള വണ്ണം കുറഞ്ഞ അടിപൊളി ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. വലത്തെ സൈഡിലാണെങ്കിൽ ആകെ സെൽഫ് സ്റ്റാർട്ടിൻ്റെ സ്വിച്ച് മാത്രം. 2024 ഷൈൻ 100ന് വരുന്ന ഫുള്ളി അനലോഗ് മീറ്ററാണ്. അതിൽ നോർമൽ LED നോട്ടിഫിക്കേഷൻസ്, ന്യൂട്രൽ ലൈറ്റ്, ഇൻഡിക്കേറ്റർ, എഞ്ചിൻ മാൽ ഫംഗ്ഷൻ, ഹൈ ബീം, ലോ ബീം വരും. പിന്നെ ഇടത്തെ സൈഡിൽ സ്പീഡിൻ്റെയും വരുന്നുണ്ട്. വലത്തെ സൈഡിലാണെങ്കിൽ ഫ്യൂൽ ഗേജും വരുന്നു. വളരെ സിമ്പിളായിട്ടുള്ള ക്ലാസിക് ആയിട്ടുള്ള ഷൈൻ നോർമൽ കീ തന്നെയാണ് ഈ മോഡലിലും യൂസ് ചെയ്തേക്കുന്നത്. നമുക്ക് വാഹനത്തിൻ്റെ ടാങ്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ E20 ഫ്യൂൽ സപ്പോർട്ടായിട്ടുള്ള ഫ്യൂൽ ടാങ്കാണ്. ഏകദേശം 9 ലിറ്ററാണ് ഇതിൻ്റെ ടോട്ടൽ സ്റ്റോറേജ് വരുന്നത്. സീറ്റും ടാങ്കും തമ്മിൽ ഏകദേശം ഒരേ പ്രപ്പോർഷനായിട്ട് അങ്ങ് അറ്റത്തേക്ക് പോകും. അതാണ് ഈ വണ്ടിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും ടാങ്കിൻ്റെ വണ്ണം വളരെ കുറവാണ്. സീറ്റിൽ നിന്ന് നേരെ ടാങ്കിലേക്ക് എത്തി നിൽക്കുന്ന രീതിയിലാണ് അതിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത്. ഇതാണ് വാഹനത്തിൻ്റെ സൈഡ് വ്യൂ. ഫുൾ ബോഡി ഗ്ലോസി ബ്ലാക്ക് കളറിലാണെങ്കിൽ ഫ്രണ്ട് മഡ്ഗാർഡ് വരുന്നത് മാറ്റ് ബ്ലാക്ക് കളറിലാണ്. എഞ്ചിൻ വരുന്നത് ഏകദേശം 99cc ആണ്. 5.4 കിലോവാട്ടാണ് പവർ വരുന്നത്. 8.3 PHP പവർ ഔട്ട് വരുന്നുണ്ട്. ഹോണ്ടയുടെ 4 സ്പീഡ് ട്രാൻസ്മിഷനാണ് ഈ ബൈക്കിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ESP ടെക്നോളജി ഉണ്ട്, അതുകൊണ്ട് സൈലൻറ്റ് സ്റ്റാർട്ട് ആയിരിക്കും. പിന്നെ ഫൈബർ മെറ്റീരിയൽ യൂസ് ചെയ്തുള്ള ഹാർഡായിട്ടുള്ളൊരു ചെയിൻ കവർ വരുന്നുണ്ട്. സ്പ്രിംഗ് ടൈപ്പ് ബാക്ക് സസ്പെൻഷനാണ്, അഡ്ജസ്റ്റബിൾ അല്ല. പിന്നെ ഫോൾഡബിൾ ഫുഡ് റെസ്റ്റ് വരും, സാരി ഗാർഡ് കാര്യങ്ങളെല്ലാം വരും. സൈഡ് കവറിലും ടാങ്കിലും അതുപോലെ തന്നെ സീറ്റ് കവറിലും വളരെ ഭംഗിയുള്ള ഷൈനിൻ്റെ ആ സ്പെഷ്യൽ ബോഡി ഗ്രാഫിക്സ് ഫുള്ളി ഡിസൈൻഡ് ആണ്. പിന്നെ നല്ലൊരു അടിപൊളി സിൽവർ കളറിലുള്ള റിയൽ ഗ്രാബ് റെയിലും വാഹനത്തിന് വരുന്നുണ്ട്. ഇനി വാഹനത്തിന് നമുക്ക് ബാക്ക് സൈഡിലേക്ക് പോവുകയാണെങ്കിൽ ബാക്ക് സൈഡിൽ ഹാലജൻ സ്റ്റോപ്പ് ലൈറ്റ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഫൈബറെല്ലാം നല്ല അടിപൊളി ക്വാളിറ്റിയാണ് വന്നത്. ഇൻഡിക്കേറ്റേഴ്സ് ഫിക്സഡ് ടൈപ്പാണ്. നല്ല വലിപ്പത്തിലുള്ള ഹാർഡ് ഫൈബറിലുള്ള അടിപൊളി മഡ് ഗാർഡ് വരുന്നുണ്ട്. ബാക്ക് സൈഡിൽ ടയർ വരുന്നത് 317 ആണ് സൈസ് വരുന്നത്. അതും സെയിം മാറ്റ് ബ്ലാക്ക് കളറിലുള്ള അടിപൊളി അലോയ് വീൽസ് വാഹനത്തിന് കൊടുത്തിട്ടുണ്ട്. ട്യൂബ്ഡ് ടയറാണ്. ട്യൂബ്ലെസ് ഈ മോഡലിലൊന്നും വരുന്നേ ഇല്ല. പിന്നെ ബാക്കി ഡീറ്റെയിൽസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ വാഹനത്തിൻ്റെ സൈലൻസർ വരുന്നത് മാറ്റ് ബ്ലാക്കിൽ ഒരു സിൽവർ പെയിൻറ്റഡ് ആയിട്ടുള്ള ഒരു ഷീൽഡ് സൈലൻസറിന് കൊടുത്തിട്ടുണ്ട്. ESP സ്റ്റാർട്ട് സ്റ്റോപ്പ് ടെക്നോളജി ഓൾറെഡി വാഹനത്തിന് വരുന്നുണ്ട്. ഇതാണ് ഷൈൻ്റെ സ്പെഷ്യൽ ബാഡ്ജിങ് വരുന്നുണ്ട്. ESPയുടെ ആ ലോഗോയാണ് കാണിച്ചേക്കുന്നത്. പിന്നെ കിക്ക് സ്റ്റാർട്ടും സെൽഫ് സ്റ്റാർട്ടും വരുന്നുണ്ട്. 169 mm ആണ് വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. പഴയ മോഡലിനേക്കാളും ആ ബ്രേക്ക് ലിവർ മാറിയിട്ടുണ്ട്. ഫിക്സഡ് ടൈപ്പ് ഫുഡ് റെസ്റ്റ് വരും. കിക്കർ ഈ കാണുന്ന കുറച്ച് പണം കുറഞ്ഞ കിക്കറാണ്, എന്നാലും പ്രശ്നമില്ല. ഇതാണ് അതിൻ്റെ സൈലൻസറിൻ്റെ പൈപ്പ് വരുന്നത്. സെൽഫ് സ്റ്റാർട്ടിൻ്റെ മോട്ടറാണ് കണ്ടത്. പിന്നെ ഞാൻ അറ്റത്ത് കാണുന്നത് ഇത് സിംഗിൾ സ്പാർക്ക് പ്ലഗ് ആണ്. ഇതാണ് ഓക്സിജൻ സെൻസർ. കാറ്റലിക് കൺവെർട്ടറാണ് ഈ കാണുന്ന ഉണ്ട പോലെ വണ്ണത്തിലുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ്. ക്രാഷ് ഗാർഡ് ഫിറ്റ് ചെയ്തിട്ടില്ല. ക്രാഷ് ഗാർഡ് അഡീഷണൽ ആക്സസറിയാണ്, അത് നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ ഈ വാഹനത്തിൻ്റെ ഓൺ റോഡ് കോസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 72,000 രൂപയാണ് ഓൺ റോഡ് കോസ്റ്റ് വരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാം. മറ്റൊരു വീഡിയോയിൽ നേരിട്ട് കാണാം. താങ്ക്